നോക്കിയേ മീൻ കാണാണ്ടോ? ഇതേ നമ്മുടെ കൊഴുവയാണിത്. കൊഴുവ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയാമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നല്ല കനമുണ്ട്. 1.5 കിലോ അങ്ങനെ മൊത്തം 1.5 എത്ര 3.5 കിലോ. സ്പെഷ്യലൊക്കെ കിടപ്പുണ്ട് ഇടയിൽ കൂടെ വേറെ മീനൊക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. അപ്പോൾ ഒരേ നന്നാക്കലാണ്. ഞാൻ പറഞ്ഞില്ല ഒരു സ്പെഷ്യൽ മീനുണ്ട് നെയ്യിൽ, അതാണിത്. ഈ മീനിൻ്റെ പേരെന്താ? ശുദ്ധേതാ? ഈ മീനിൻ്റെ പേരെന്താന്ന് ആർക്കെങ്കിലും അറിയോ? ഇതെന്താ? കോലയാ? ഒരു കോല് പോലെ ഇരിക്കണോണ്ടാണോ കോല എന്ന് പറയണത്? ദേ കോലമില്ലാത്തൊരു കോല. ഹായ് 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 ഹായ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ മീൻ. അപ്പോൾ നമ്മളിത് മൊത്തം നന്നാക്കി എന്തുണ്ടാക്കുമ്പോൾ എന്നുള്ള സസ്പെൻസ് ഇത് കഴിയുമ്പോൾ അറിയാം. ഇതെങ്ങനെയാണ് നന്നാക്കണേ കേട്ടോ. തല കളഞ്ഞു, വാല് കളഞ്ഞു, അങ്ങോട്ട് ഇട്ടോ. തല കളഞ്ഞു, വയറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയൊക്കെയോ കുത്തിക്കളഞ്ഞു, വാല് കളഞ്ഞു. ഇന്ന് നമ്മൾ മീൻ ഈ പീര വയ്ക്കുക. പണ്ടൊക്കെ കൊഴുവ പീര വയ്ക്കുന്നതൊരു എല്ലാ വീടുകളിലും ചെയ്യുന്നൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഇന്ന് കൊഴുവ കൊണ്ട് പീരയാണ് ഉണ്ടാക്കുന്നത്, കൊഴുവ പീര. അത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉരച്ച് നല്ല വൃത്തിയായി കഴുകി വരണം. 2-3 പ്രാവശ്യം കഴുകി അത് വാരി എടുത്ത് വയ്ക്കുക. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ പച്ചമുളക് എടുക്കണം, പിന്നെ ചുവന്നുള്ളി, സബോള വേണ്ട, ചുവന്നുള്ളി വേണം, ഇഞ്ചി വേണം, കറിവേപ്പില വേണം, പിന്നെ തേങ്ങ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ അത്യാവശ്യം ഒരു കാന്താരിമുളക് ഇഞ്ചിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അത് പറിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ വലിയമ്മയാണ് അത് പറിക്കാനായിട്ട് മുന്നേ നിൽക്കണേ. അപ്പോൾ ആദ്യം നമ്മൾ ആ കാന്താരിമുളക് കുറച്ച് നല്ല വെള്ള കാന്താരി, നല്ല എരിവായിരുന്നേ. അത് കഴിഞ്ഞ് ഇഞ്ചി പറിച്ചതിന് ശേഷം കൊടി കഷ്ണം പറിച്ചെടുത്തു. ബാക്കിയൊരു കഷ്ണം അവിടെ, ഒരു ചെറിയ പീസ് അവിടെ തന്നെ വെച്ച് മണ്ണിട്ട് മൂടി. അത് എന്തിനാ? അത് ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ അത് പോയി വീണ്ടും പറിക്കും. അതുമ്പോൾ തന്നെ വീണ്ടും വളരുമോ? അത് പിന്നെ നമ്മൾ വേനൽക്കാലം ആകുമ്പോൾ അത് കുഴിച്ചിടണം. അതിന് മുള വന്ന ഭാഗം വീണ്ടും അവിടെ കുഴിച്ചിടും. എന്നിട്ട് ഇത് ആവശ്യമാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഓരോ കഷ്ണം മാന്തിയെടുക്കും. അപ്പം അങ്ങനെ ആവശ്യത്തിന് ഇഞ്ചി നമ്മളവിടെ നിന്ന് മാന്തിയെടുത്തു. പിന്നെ വീട്ടിൽ തന്നെ കറിവേപ്പിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കറിവേപ്പിലയും നമ്മളവിടെ നിന്ന് വെട്ടിയെടുത്തു. അപ്പോൾ കറിവേപ്പില വെട്ടിയപ്പോഴാണ് അത് തണ്ടുമ്പോൾ നിറച്ചും പുളിയുറുമ്പായിരുന്നു. അപ്പോൾ അത് ആദ്യം കണ്ടില്ല വല്യമ്മ. പിന്നെ നമ്മൾ പറഞ്ഞപ്പോൾ വേഗം തട്ടി കറിവേപ്പില വന്ന് ഉറുമ്പിനൊക്കെ കളഞ്ഞ് നല്ല ഇഞ്ചി കഷ്ണവും നല്ല വീട്ടിൽ തന്നെ കാന്താരിമുളകും നമ്മുടെ വീട്ടിൽ തന്നെ കറിവേപ്പിലയായിട്ട് നമ്മൾ നേരെ അടുക്കളയ്ക്ക് പോന്നു. അടുക്കളയിൽ അമ്മ മീൻ കഴുകിക്കൊണ്ടിരിക്കണായിരുന്നേ. ഇതിന് പുളിക്കായിട്ട് നമ്മൾ കുടപ്പുളി വേണം കേട്ടോ. കുടപ്പുളി കുറച്ച് കഴുകി നന്നായി വൃത്തിയാക്കിയിട്ട് അതൊരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വയ്ക്കണം. പിന്നെ ഈ ഇഞ്ചി, വേപ്പില, പച്ചമുളക്, ഉള്ളി ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. നന്നായി കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. നാളികേരം ചിരണ്ടി വയ്ക്കണം. അപ്പോൾ ഇതെല്ലാം കുനുകുനാന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്യമ്മ അവിടെ തേങ്ങ ചെറുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അതിൽ നിന്നൊരു പിടി വാരി തിന്നാനൊക്കെ നല്ല രസമാണ്. അങ്ങനെ കഴിക്കണവരൊക്കെ ഉണ്ടോ? പിന്നെ ഈ മുളക് അരിയുമ്പോൾ ഞാൻ അതിൻ്റെ തണ്ടൊക്കെ ഉപയോഗിക്കും. നമ്മളതിൽ ഒരു വിഷമൊന്നും രാസവളമൊന്നും ഇടണില്ല, അത് തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പം നന്നായി കഴുകിയെടുത്തിട്ട് അത് തണ്ടടക്കം അരിഞ്ഞെടുക്കും. പിന്നെ ഒരു തേങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്.
ഇത് ഏകദേശം ഒരു 1.5 കിലോ കൊഴുവ മീനാണ് നമ്മൾ പീര വയ്ക്കണത്. ബാക്കി നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ ഒരു ചട്ടിയിലേക്ക് ഇടുക. കുറച്ച് കല്ലുപ്പ് ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി തിരുമ്പിയ ശേഷം അതിലേക്ക് മീനിടുക, അടുപ്പത്ത് വയ്ക്കുക. പിന്നെ ഇത് നമ്മൾ തിരുമ്പുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? കുറേ ഇട്ട് പീച്ച് കുഴിക്കാൻ പാടുമോ? അതോ അല്ല, അത് പീച്ച് കുഴച്ചാലും കുഴപ്പമില്ല. അത് നമ്മൾ ഈ പീര വയ്ക്കുമ്പോൾ നന്നായി പൊടിയും. ഇളക്കി 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 ആ വെള്ളം മുഴുവൻ വറ്റിച്ച് തോർത്തി എടുക്കണം. അപ്പോൾ എന്തായാലും പൊടിഞ്ഞ് പൊടി പൊടി പോലെ വരും. അപ്പോൾ ഇതിൽ നമ്മൾ മീൻ പൊടിയെന്നുള്ള ടെൻഷനൊന്നും വേണ്ട, അത് പൊടി തന്നെ വേണം. അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ ആ ടെൻഷൻ വേണ്ടല്ലോ. പിന്നെ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു വേ ഓഫ് മേക്കിംഗ് ആണല്ലോ നമ്മുടെ ഈ കൊഴുവ അല്ലെങ്കിൽ പൊടിമീൻ എന്ന് പറയുന്നത്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുള്ളടക്കം നമ്മുടെ അകത്ത് പോയിക്കോളും. ആ മുള്ളു മുഴുവൻ നമ്മൾ കഴിക്കും. പിന്നെ നമ്മളതിൽ വേറെ എണ്ണയൊന്നും അധികം ചേർക്കണില്ലല്ലോ. പിന്നെ പച്ചമുളകാണ് ചേർക്കണേ, തേങ്ങ. അങ്ങനെ വറുത്ത് തിന്നുന്നതിനേക്കാൾ എപ്പോഴും ഇതാണല്ലോ നല്ലത്. അതെ, അപ്പം കാൽസ്യമൊക്കെ അടങ്ങിയ മുള്ളുകളൊക്കെ അകത്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇത് സിമ്പിളായിട്ട് ഇറങ്ങിപ്പോയിക്കോളും. അങ്ങനെ മിക്സ് ചെയ്തെല്ലാം കൂടി അടുപ്പത്ത് വെച്ചു. അമ്മ ആവി വരുന്നു. ആവി ചെറുതീയിൽ വെക്കണം. നമ്മളതിൽ അധികം വെള്ളമൊന്നും ഒഴിക്കണില്ല. അതിൽ തേങ്ങയിലൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളിത് ഇളക്കി 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 വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുക്കണം. അപ്പോൾ അത് എത്ര നേരം പിടിക്കും ഈ ഫുൾ പ്രോസസ്സ്? ഒരു 10 മിനിറ്റൊക്കെ ഏകദേശം വേണ്ടി വരും. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വളർന്നു വരണം. പിന്നെ ഇത് കറി വെക്കുന്ന ദിവസത്തേക്കാളും ടേസ്റ്റ് പിറ്റേ ദിവസത്തേക്കാണ്. പിറ്റേ ദിവസം ഒന്നുകൂടെ നമ്മളത് ചൂടാക്കി തോറും അതിനങ്ങനെ ടേസ്റ്റ് കൂടി വരും. ഇനിയിപ്പോൾ നന്നായി ഇളക്കുക. പിന്നെ നമ്മൾ ആ പുളി ഉണ്ടല്ലോ, കുടപ്പുളി, അത് കഴിക്കുമ്പോൾ അതൊന്ന് പറക്കി കളഞ്ഞോ. പിന്നെ ചിലർക്ക് പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചൊക്കെ അത് കഴിക്കാം. കുടപ്പുളി കുഴപ്പമൊന്നുമില്ല. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പുളിയായിരുന്നു കഴിക്കാം. ഇതിന് വേറെ കറിയൊന്നും പാടില്ല. ഈ കറി തന്നെ എടുത്ത് ചോറിലിട്ട് കുഴച്ച് തരണം. അത് നല്ല മഴയൊക്കെ ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ പുളിയാണ്. എല്ലാവരും ട്രൈ ചെയ്തോ.